ആരൊക്കെയാണ് നിയമം അനുസരിച്ച് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നമ്മളൊരു മാനുഫാക്ചറിങ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ ടേൺ ഓവർ 40 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. നമ്മളൊരു സർവീസ് കാറ്റഗറി ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ ടേൺ ഓവർ 20 ലക്ഷത്തിന് മുകളിലാണ് ഒരു വർഷമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. അടുത്ത നമ്മൾ ഇന്റർ സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്തോട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. അത് എത്ര ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ് ആയാലും സ്റ്റേറ്റിന് പുറത്തോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മളൊരു കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് ആ ഒരു കേസുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഇപ്പൊ വീട്ടിലൊരു അച്ചാർ ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി സൂപ്പർ മാർക്കറ്റ് വഴി വിൽക്കാനായിട്ട് ചെല്ലുമ്പോഴോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവർ പറയും ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ വേണം എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് നിയമം അനുസരിച്ച് GST വേണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ GST എടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കണമെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള കൊമേഴ്സ് വലിയ വലിയ പ്ലാറ്റ്ഫോംസിൽ വിൽക്കണമെങ്കിൽ GST ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ഇപ്പൊ നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കറണ്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് GST ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് GST രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിയമം അനുസരിച്ച് GST വേണ്ടെങ്കിലും നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പലപ്പോഴും GST എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് GST നെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ.